ഹലോ ഫ്രണ്ട്സ്, മൈ ഗെയിമിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ട്രയൽസ് ഉണ്ടോ, ട്രയൽസ് വരാനുണ്ടോ എന്ന് ചോദിക്കുന്ന കുറെ ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഒരുപാട് ട്രയലുകൾ വരാൻ വെക്കാം, ഒരുപാട് ട്രയലുകൾ. അപ്പോ ഈ ട്രയലുകൾക്ക് നിങ്ങൾക്ക് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ജനുവരി മാസമാണ്. ഫെബ്രുവരി മാർച്ച് കഴിഞ്ഞാൽ സ്കൂൾ കൂട്ടും. അപ്പൊ പിന്നെ കോളേജുകളുടെയും അതുപോലെ തന്നെ സ്കൂളുകളുടെയും ഒക്കെ ട്രയലിന്റെ ഒരു 5 കളിയായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ആ ട്രയലിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി തയ്യാറാകാം. ഇങ്ങനെ ട്രയലിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് വെറുതെ ഒരു ട്രയലിൽ ഒരു ടൂറിന് പോകുന്ന റോഡിൽ പോയിട്ട് പങ്കെടുക്കുന്നത് നല്ല പ്രിപ്പയർ ആയിട്ട് പോവാം. മെന്റലി ഫിസിക്കലി ഒക്കെ പ്രിപ്പയർ ആയിട്ട് മാത്രം ട്രയലുകൾക്ക് പോയിട്ട് പങ്കെടുക്കുക. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ പല റെപ്യൂട്ടഡ് കോളേജുകളുടെയും നല്ല ടീമുള്ള പല കോളേജുകളുടെയും ട്രയൽ നടക്കും. ആ ട്രയലിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ വലിയ അഡ്വാൻറ്റേജ് ആണ്. കാരണം ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു, ഡിഗ്രി കാലഘട്ടം അതുപോലെ തന്നെ +1 +2 കാലഘട്ടം എന്നൊക്കെ പറയുന്നത് നമ്മളെ ഫുട്ബോൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ ടേണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സമയമാണ്. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചാണ് ഞാൻ പറയുന്നത്, അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പെർഫോം ചെയ്ത് കാണിക്കേണ്ടി വരും. നല്ല ടീമുള്ള കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, അങ്ങനെ നല്ല ടീമുള്ള കോളേജിലോ സ്കൂളിലോ നിങ്ങൾക്ക് കിട്ടിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ഹയർ ലെവലിലേക്ക് കളിക്കാനുള്ള ഓപ്ഷൻസ് കൂടും. എന്താന്ന് വെച്ചാൽ ഇന്റർസോൺ അതുപോലെ തന്നെ സ്കൂൾസ് മറ്റു മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ നല്ല ടീമുള്ള ഒരു കോളേജ് ആണെങ്കിൽ അവർ ഒരു റൗണ്ട് ജയിച്ചു, അടുത്ത റൗണ്ട് ജയിച്ചു, ഇങ്ങനെ പോയി കൂടുതൽ കളിക്കാനുള്ള അവസരം കിട്ടും. ഇങ്ങനെ കൂടുതൽ കളിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ റിസൾട്ട് ഉള്ള ടീമാകുമ്പോൾ ആ ടീമിലെ പ്ലേയേഴ്സിന്റെ കളി കാണാനുള്ള അവസരം, കളി കാണിച്ചു കൊടുക്കാനുള്ള അവസരം ആ ടീമിലെ പ്ലേയേഴ്സിന് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങള് കൂടുതൽ ക്ലബുകളുടെയും അതുപോലെ തന്നെ കൂടുതൽ സ്കൗട്ടുകളുടെയൊക്കെ നോട്ടപ്പുള്ളിയാവാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല, ഒരു ഇന്റർ സോണിലൊക്കെ ഒരു കപ്പടിച്ച ടീമിൽ നിന്നും മിനിമം ഇത്ര ആളുകളെങ്കിലും യൂണിവേഴ്സിറ്റി ടീമിലേക്ക് എടുക്കാം, യൂണിവേഴ്സിറ്റി കളിപ്പിക്കാം എന്നുള്ള തോന്നലൊക്കെ ഈ സെലക്ടേഴ്സിന് വരും. അപ്പോ നല്ല ടീമിൽ എത്തിപ്പെടുക എന്നുള്ളത് നിങ്ങളുടെ ജോലി പകുതി കുറയ്ക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ റൂട്ട് പകുതി എളുപ്പമാക്കി തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ നല്ല കോളേജുകളുടെ ട്രയലിന് വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ തയ്യാറായിക്കോളൂ. കേരളത്തിലെ പ്രധാനപ്പെട്ട പല കോളേജുകളും, നമ്മളെ ഫറൂഖ് കോളേജ്, അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലുള്ള ബാക്കി ദേവഗിരി കോളേജ്, പിന്നെ ഗുരുവായൂർ കോളേജ്, കണ്ണൂർ ജില്ലയിലെ SN കോളേജ്, പയ്യന്നൂർ കോളേജ്, നമ്മളെ മലപ്പുറത്തുള്ള EMA കോളേജ്, അതുപോലെ തന്നെ NSS മഞ്ചേരി, ഇപ്രാവശ്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാമ്പ്യൻസ് ആയിട്ടുള്ള വളാഞ്ചേരി കോളേജ്, അതുപോലെ തന്നെ തൃശ്ശൂരിലേക്ക് വരികയാണെങ്കിൽ ക്രൈസ്റ്റ്, കേരള വർമ്മ തുടങ്ങി ഞാൻ പേരെടുത്ത് പറയാത്ത ഒരുപാട് കോളേജുകളുണ്ട്. ഇങ്ങനെ ഇവരൊക്കെ ട്രയലുകൾ വരാൻ കിടക്കുകയാണ്. അതുപോലെ തന്നെ സ്കൂളിൽ +1 അഡ്മിഷൻ എടുക്കാൻ ഉള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ 9, 10 അഡ്മിഷൻ എടുക്കാനുള്ള കുട്ടികളാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ. സ്കൂളുകൾ ഇപ്പൊ പല സ്കൂളുകളും നന്നായി ഫുട്ബോൾ ടീം കെയർ ചെയ്യുന്നുണ്ട്. പല അക്കാദമികളുമായിട്ട് യോജിച്ച്, പല ക്ലബുകളുമായിട്ട് യോജിച്ചിട്ടൊക്കെ പല ക്ലബുകളും പല സ്കൂളുകളും ടീം കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെവരൊക്കെ ട്രയലുകൾ വരാൻ കിടക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഓർത്തു വെക്കുക. പിന്നെ MO കോളേജ്, മുക്കത്തുള്ള MO കോളേജ്, ഇപ്പൊ ACLന്റെ അക്കാദമി നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ പല ട്രയലുകളും വരാൻ കിടക്കുന്നുണ്ട്. നിങ്ങൾ തയ്യാറായിരുന്നോളൂ. പഠിത്തം കഴിഞ്ഞ് ഇപ്പൊ SLC കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് പ്രാക്ടീസ് തുടങ്ങുക എന്ന് വിചാരിച്ച് നിൽക്കണ്ട. അങ്ങനെ ആവുമ്പോൾ നിങ്ങളുടെ കൂടെ മത്സരിക്കാനുള്ള ആളുകൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അവരായിട്ട് കോമ്പറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ നേട്ടങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ല കോളേജിൽ, നല്ല ഫുട്ബോൾ ടീമുള്ള കോളേജിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കോളൂ. ഇത് നമ്മളെ ചാനലില്, നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജില്, ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് വരുന്ന ദിവസങ്ങളിൽ ഈ കോളേജുകളൊക്കെ എപ്പോഴാണോ ട്രയൽസ് വെക്കുന്നത് അതൊക്കെ നമ്മൾ അറിയുന്നതനുസരിച്ച് ഡേറ്റ് അനുസരിച്ച് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോ കൃത്യമായി നമ്മളെ ചാനലിലെ നമ്മളെ കൂടെ പോരാ. അപ്പോ പുതിയ വിശേഷങ്ങൾ, പുതിയ ട്രയലുകൾ, പുതിയ വീഡിയോസ് ഒക്കെ ആയി നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കണ്ടുകൊണ്ടേയിരിക്കാം. എല്ലാവരും എന്റെ കൂടെ. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.